നാരായണീൻ്റെ മൂന്ന് ആൺമക്കൾ. ഇതിൻ്റെ പേര് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് പല ആളുകളും പറഞ്ഞത്. പക്ഷേ ഇതൊരു നോവലിൻ്റെ പേര് പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് കുറച്ച് മാറ്റി വെച്ച് ഞാൻ കണ്ട ഒരു സിനിമയാണ്. ഒരു ഗൃഹാതുരത്വം, വാത്സല്യം സിനിമയൊക്കെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഒരു വീട്ടിലെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലെ രാപ്പകലൊക്കെ പോലത്തെ ഒരു സിനിമ കാണുന്നത് പോലെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് നാരായണിയുടെ മൂന്ന് ആൺമക്കൾ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഇതിലെ കഥ എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമില്ല. പക്ഷേ ഇതിലൊരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു സിനിമ ഞാൻ കാണുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഹാഷ് പോഷ് കൊമേഴ്ഷ്യൽ സിനിമകൾ കണ്ട് കൈയട്ടിച്ച് ഭയങ്കര ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സൂപ്പർബായിട്ട് നമുക്ക് തോന്നുന്ന സിറ്റി ലൈഫ്, അങ്ങനത്തെ ഒരുപാട് സിനിമകളൊക്കെ കണ്ട് ഒരുപാട് വന്നു. ഇനി അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു ചേഞ്ചാണ് ഇത്തരത്തിലുള്ളൊരു വീട്ടിലേക്ക് മാത്രം, ഒരു വീട്, ഒരു ആൽത്തറ, അല്ലെങ്കിൽ ഒരു അമ്പലം, ഒരു ഉത്സവപ്പറമ്പ്, അങ്ങനെയുള്ള ലെവലിലേക്ക് പാലക്കാട് തന്നെയാണോ ഈ കഥ നടക്കുന്നതെന്ന് അറിയില്ല. ആ പാലക്കാടൻ ആ ഒരു ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഈ സിനിമയുടെ ക്യാമറ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വീട്ടിലേക്ക് വെച്ചിരിക്കുന്ന ഒരുപാട് പഴയ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സിനിമയുടെ പോലെയുള്ളൊരു ഒരുപാട് ഇത്തരത്തിലുള്ള നമ്മൾ പഴയ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട്. ഇതൊക്കെ ഒരു ഒരു മേക്കിംഗ് സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് നാരായണിയുടെ മൂന്ന് ആൺമക്കൾ എന്നൊരു സിനിമ. ഈ സിനിമയുടെ പേര് പോലെ തന്നെ മൂന്ന് ആൺമക്കൾ, ജോജു ജോർജ് അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ സേതു, പിന്നെ അലൻസിയർ അവതരിപ്പിക്കുന്ന വിശ്വനാഥൻ, പിന്നെ സുരാജ് അവതരിപ്പിക്കുന്ന ഭാസ്കർ എന്ന് പറഞ്ഞ മൂന്ന് ക്യാരക്ടർ. ഇതാണ് മൂന്ന് ആൺമക്കൾ. അപ്പോൾ ഇതിൽ ഭാസ്കർ വിദേശത്താണ്, UK-യിലാണ്. അപ്പോൾ ഈ നാരായണി എന്ന് പറഞ്ഞ സ്ത്രീക്ക് വയ്യാതെയാവുകയാണ്. ഹോസ്പിറ്റലിൽ ഇന്ന് മരിക്കും നാളെ മരിക്കും എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മയെ കാണാനായിട്ട് എത്തുകയാണ് ഭാസ്കറും ഭാസ്കറിൻ്റെ ഭാര്യയും 2 കുട്ടികളും. അപ്പോൾ 2 കുട്ടികൾ, ഒരാൾ മാത്യു തോമസ് അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. വൃത്തികെട്ട ക്യാരക്ടറാണ്. എനിക്ക് ഇത് ഭയങ്കര വെറുപ്പിക്കലായിട്ട് തോന്നിയൊരു ക്യാരക്ടറാണത്. പിന്നെ ഒരു ചെറിയൊരു കുട്ടിയാണ്. അപ്പോൾ ഇവർ 3 പേരും ഈ തറവാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഭാസ്കർ കല്യാണം കഴിച്ചത് ഒരു അന്യമതസ്ഥയായിട്ടുള്ളൊരു സ്ത്രീയാണ്, മുസ്ലിം യുവതിയാണ് കല്യാണം കഴിച്ചത്, ഷെല്ലി കിഷോർ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ട് അന്ന് ഒളിച്ചോടി പോയത് കൊണ്ടൊക്കെ തന്നെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ തറവാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ വിശ്വനാഥ് എന്ന് പറഞ്ഞ മൂത്ത ചേട്ടൻ അലൻസിയർ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ തറവാട്ടിലേക്ക് തിരിച്ചെത്തുന്നു, ഭയങ്കര അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയിലുള്ളത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ 24-ാം തീയതി എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നുണ്ട്, 24-ാം തീയതി ആകുമ്പോഴേക്കും എനിക്ക് തിരിച്ചു പോകണമെന്ന് ഭാസ്കർ പറയുന്നുണ്ട്. അതിനുള്ളിൽ അമ്മ മരണപ്പെടുകയാണെങ്കിൽ അമ്മയുടെ ചടങ്ങുകളൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം പോകാമെന്നുള്ള ലെവലിലായിരുന്നു സുരാജ്, അതായത് ഭാസ്കർ എന്ന ക്യാരക്ടർ നിന്നിരുന്നത്. സേതു എന്ന ക്യാരക്ടറിലേക്ക് വരുന്ന സമയത്ത് ജോജു ജോർജ് അവതരിപ്പിക്കുന്ന അടിപൊളി ക്യാരക്ടർ, ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്നൊരു ക്യാരക്ടർ. അദ്ദേഹം ആ ഒരു വീട്ടിൽ അമ്മയെ നോക്കി ആ ഒരു തറവാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. മാരേജ് ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സമർപ്പണമാണ് ആ വീടിനോടും ആ നാടിനോടും ആ ഒരു കൃഷിയോടും ഒക്കെയുള്ള ഒരു സമർപ്പണമാണ് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ഒരുപാട് ഡിസ്ലെക്സിയ പോലത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും അയാളെ പൊട്ടാന്നായിരുന്നു വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ ഇഷ്ടമല്ല. അങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മാരേജ് ഒന്നും നടക്കാതിരുന്നത്. അന്ന് സിനിമയിൽ അങ്ങനെ വലിയ വ്യക്തമായിട്ട് പറയുന്നില്ല, പക്ഷെ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയും വിഷമവും ഒറ്റയ്ക്കിരിക്കുന്നതും ഒക്കെ കാണുന്ന സമയത്ത് പിന്നെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാവരെയും ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് സേതു എന്ന ക്യാരക്ടർ. പിന്നെ മൂത്ത ചേട്ടനായി അവതരിപ്പിക്കുന്ന അലൻസിയർ എന്ന ക്യാരക്ടർ സൂപ്പറാണ്. അദ്ദേഹം അടിപൊളിയാണ്. അദ്ദേഹം ഒരു വലിയേട്ടൻ എന്നുള്ള ലെവലിൽ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന, ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്ന, തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന, ഒരു നിയമം പറഞ്ഞാൽ എല്ലാവരും അനുസരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ, പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. പിന്നെ അയാളുടെ മകളാണ് ആതിര എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ഒരു ഗാർഗി എന്നാണ് തോന്നുന്നത്. ഗാർഗി എന്നൊരു പെൺകുട്ടിയാണ് ഈ ഒരു ആതിര എന്നൊരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുന്നത്, മകള്. അപ്പോൾ ഒരു ഭയങ്കര ഒരു ട്രെൻഡി വുമണാണ്. അപ്പോൾ മാത്യു തോമസ് അവതരിപ്പിക്കുന്ന ഭാസ്കറിൻ്റെ മകനും കൂടെ ഇവളുമായിട്ടുള്ള ചെറിയൊരു ജങ്കാവിങ്ക ലവ് അഫെയർ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര അരോചകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു കഥയിൻ്റെ ഉള്ളിൽ കൂടെ ഒരു യൂത്തിനെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് സീന്, പിന്നെ ഒരു ലസ്റ്റ് സീന്, ഭയങ്കര ഒരു ചേച്ചി അനിയൻ തമ്മിലുള്ള അങ്ങനത്തെ ഉള്ള ഒരുപാട് അനാവശ്യമായിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയ ഒരു സീക്വൻസ് ആയിരുന്നു. ഞാൻ പലപ്പോഴും അതിങ്ങനെ ഫാസ്റ്റ് അടിച്ചിട്ടാണ് കണ്ടത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കഥയിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് ഈ ഒരു 3 ചേട്ടന്മാരുടെ 3 സഹോദരന്മാരുടെ അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അവരുടെ ഒരവസ്ഥ, ആ ഒരു ദിവസങ്ങളിലുള്ള ഒരു അവസ്ഥയാണ് സിനിമ കാണിക്കുന്നത് പൂർണ്ണമായിട്ടും. പിന്നെ എനിക്ക് ഇതിൽ നെഗറ്റീവായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഫ്ലോ ആണ്. ഭയങ്കര സ്ലോ ആണ് സിനിമ. എല്ലാവർക്കും ഒരു ഒരു മന്ദത. ആരും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല.
ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ. അതാണ് ഈ സിനിമയിൽ ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരു മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട ഒരു സിനിമ ഭയങ്കര വലിച്ചു നീട്ടിയതായിട്ട് ഇതിൻ്റെ ഫ്ലോയിൽ ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കും കാണേണ്ടത്. നമ്മളിങ്ങനെ വേറെ ഒരു വഴിയില്ലാത്ത സമയത്ത് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ മാത്രമാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒക്കെ ഒരു സിനിമ കാണുന്നത് പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് മാത്രമാണ് ഈ ഒരു സിനിമയുടെ ഒരു നെഗറ്റീവ്. അതായിരിക്കും ആ ഒരു സിനിമയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. പക്ഷെ അതെനിക്കൊരു ഒരു എന്തോ ഒരു തോന്നിയില്ല. പിന്നെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സിനിമ കാണുന്നത്. ഒരു ഗ്രാമം അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള ഒരു സിനിമ കാണുന്നത്. പിന്നെ ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് മുമ്പേ തുടങ്ങിയതായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ ഫിനാൻസില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോബി ജോർജ് ഒക്കെ ആയിരുന്നു ഇതിൻ്റെ സിനിമയുടെ നിർമ്മാണം പിന്നീട് അത് ഏറ്റെടുത്തത്. തിയേറ്ററിൽ അത് എത്രത്തോളം ഹിറ്റായിരുന്നു എന്ന് എനിക്കറിയില്ല. ഹിറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ അങ്ങനെ തിയേറ്ററിൽ ആളുകൾ പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു OTT സ്റ്റഫായിട്ടുള്ളൊരു സിനിമയാണ് ഇത് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാം. ബൈ.